Hi guys, ഇത് റൂബിക്സ് ക്യൂബാണ്. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇത് നമുക്ക് വളരെ ഈസിയായി 7 സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഇത് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിന് ഒരുപാട് മെത്തേഡ് ഉണ്ട് സോൾവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട്. അതിൽ ഞാൻ ഒരു മെത്തേഡാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് വളരെ ഈസിയാണ് ആക്ച്വലി ഇത് സോൾവ് ചെയ്യാൻ. നമ്മൾ കാണുന്ന പോലെ അത്രയും ഡിഫിക്കൽട്ട് അല്ല ആക്ച്വലി. എന്നാൽ നമുക്ക് ക്യൂബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിതിന് ഇതിൽ 6 കളേഴ്സാണുള്ളത് ആക്ച്വലി. ടോട്ടൽ 6 കളേഴ്സ്. ഓക്കെ, ഇതിന് 6 സൈഡ്സും ഉണ്ട്. 6 സൈഡ്സ് മീൻസ് ഇത് ടോപ്പ് സൈഡ്, ബോട്ടം, റൈറ്റ്, ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡ്. അങ്ങനെ ടോട്ടൽ 6 സൈഡ്സാണ് ഇതിനകത്തുള്ളത് ആക്ച്വലി. 6 സൈഡ്സിലും 6 കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സെൻറ്ററിലെ കളർ ആണ് ഇതിൻ്റെ ബേസ് കളേഴ്സ്. സി ഓരോ സൈഡിലും ഇത് റൈറ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ബ്ലൂ ആണ് ഇതിൻ്റെ ഡിഫോൾട്ട് കളർ. ഈ കളർ നമ്മൾ എങ്ങോട്ട് തിരിച്ചാലും ആ കളർ അവിടെ തന്നെ നിൽക്കും. സി നമ്മൾ എങ്ങോട്ട് തിരിച്ചാൽ ആ കളർ മാത്രം മാറില്ല, ബാക്കി എല്ലാ കളറും മാറിപ്പോവും. സി യെല്ലോ ആണെങ്കിൽ യെല്ലോ തിരിച്ച് മാറത്തില്ല. ഓക്കെ, സി ഓക്കെ, ഓറഞ്ച്. ഓക്കെ, നമുക്കത് ഇങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. ആക്ച്വലി ആദ്യം സോൾവ് ചെയ്യുന്നതിന് നമുക്കതിൻ്റെ സൈഡ്സ് നമ്മൾ മനസ്സിലാക്കി. ടോപ്പ്, ബോട്ടം, റൈറ്റ്, ലെഫ്റ്റ്, ഫ്രണ്ട്, ബാക്ക്. ഓക്കെ, നമ്മളിത് സോൾവ് ചെയ്യുന്നത് നമ്മൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടാണ്. ക്ലോക്ക് വൈസിൽ തിരിക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചാൽ ക്ലോക്ക് വൈസായി. ഇനി ഇതിനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, ഉണ്ടോ? എല്ലാ സൈഡും ഇങ്ങനെ തന്നെ. സൈഡ്സിൽ മാറ്റില്ല, പക്ഷെ നമുക്ക് തോന്നും ഈ റൈറ്റ് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ലെഫ്റ്റ് അപ്പ് ഇങ്ങോട്ടായിരിക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. നമുക്ക് തോന്നും ഓപ്പോസിറ്റ് അല്ല, സെയിം. റൈറ്റും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തന്നെയാണിത്. നമ്മൾ ആദ്യം തന്നെ ഇത് വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് എങ്ങനെയാണ് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തിരിക്കും നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടാണ്. നമുക്ക് ക്ലോക്ക് വൈസ് തിരിക്കാൻ പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ്, ഇതാണ് ഇതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത് റൈറ്റാണ്, റൈറ്റ് ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് റിവേഴ്സ്. ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത് ടോപ്പ് ക്ലോക്ക് വൈസ്, ടോപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക. സിമ്പിളായ മെത്തേഡാണ്. ഇനി ബോട്ടം ക്ലോക്ക് വൈസ്. ബോട്ടം ആൻറ്റി ക്ലോക്ക് വൈസ് ഓപ്പോസിറ്റ് തിരിക്കുക. ഈ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയാനൊരു ബുദ്ധിമുട്ടാണ് നമ്മളപ്പോൾ. അതുകൊണ്ട് ഇതിന് ക്ലോക്ക് വൈസ് നമ്മൾ സൈലൻ്റ് ആക്കാം. അപ്പോൾ ഫ്രണ്ട് ക്ലോക്ക് വൈസിന് വരെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോക്ക് വൈസിൽ തിരിക്കുക, ഫ്രണ്ട്. ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയുക. ഇൻവേഴ്സ്, ഫ്രണ്ട് ഇൻവേഴ്സ്, ഫ്രണ്ട് ഇൻവേഴ്സ്, ഫ്രണ്ട് ക്ലോക്ക് വൈസ്, ഫ്രണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫ്രണ്ട് ഇൻവേഴ്സ്. അങ്ങനെയാണ്. ടോപ്പ് ഇൻവേഴ്സ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ഇൻവേഴ്സ്. അങ്ങനെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിനെ ഇൻവേഴ്സ് ആക്കിയിട്ടും ക്ലോക്ക് വൈസിനെ നമുക്ക് സൈലൻ്റ് ആക്കിയിട്ടും നമുക്ക് ഇത് വർക്കൗട്ട് ചെയ്യാം. വളരെ സിമ്പിളായി. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടാണ്, പറയാൻ തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആക്ച്വലി. ഓക്കെ, നമ്മളിത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എങ്ങനെ സോൾവ് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഓരോ ലെയറായിട്ട് സോൾവ് ചെയ്യും. ഫസ്റ്റ് ലെയർ ആദ്യം സോൾവ് ചെയ്യും, സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യും, ദെൻ ലാസ്റ്റ് ലെയർ സോൾവ് ചെയ്യും. അങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ നമ്മൾ എടുത്താൽ ഫസ്റ്റ് ലെയർ നോക്കാം. ടോപ്പിൽ നമുക്ക് ബ്ലൂ കളറാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ബ്ലൂ കളർ എടുക്കാം, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ആദ്യം ഒരു ക്രോസ് ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു ക്രോസ് ഉണ്ടാക്കണം ആക്ച്വലി. ഇവിടെ ബ്ലൂ വയ്ക്കണം, ഇവിടെ ബ്ലൂ, ഇവിടെ ബ്ലൂ, ഇവിടെ ബ്ലൂ. അങ്ങനെ ക്രോസ് ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എങ്ങനെ ക്രോസ് ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്ലൂ കളർ വയ്ക്കണം. ഇവിടെ ബ്ലൂ കളർ വയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബ്ലൂ കളർ വെച്ചാൽ പോരാ, അത് ഈ യെല്ലോ ആയിട്ട് മാച്ച് ആവണം. അപ്പോൾ ഹിയർ ബ്ലൂ, ഹിയർ വി നീഡ് യെല്ലോ. അപ്പോൾ നമ്മൾ ആ കളർ നമ്മൾ എവിടെയെന്ന് വെച്ചാൽ നോക്കണം, എവിടെ ഇരിക്കുന്നതൊക്കെ.
ബ്ലൂവും യെല്ലോയും അത് എവിടെ ഇരിക്കുന്നത്? സി, ബ്ലൂവും യെല്ലോ അത് നമുക്ക് ഇവിടേക്ക് വേണം. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ തൊട്ട് താഴെ ബോട്ടത്തിൽ നമ്മൾ ആ കളറിനെ കൊണ്ടുവന്നിരിക്കണം. ഇതിവിടെ ഇരിക്കുന്നത്, അത് ജസ്റ്റ് താഴത്തേക്കാക്കാം. അപ്പോൾ ഇവിടെ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സി സി ഓക്കെ, നമ്മൾ ഇവിടെ ഇരിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് ഇവിടെ എത്തണം. ക്രോസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് രണ്ട് സിറ്റുവേഷനാണ് നമ്മൾ ഫേസ് ചെയ്യുക. എപ്പോഴും നമ്മൾ ഇതിൻ്റെ താഴെ കൊണ്ടുവന്ന് വയ്ക്കുക. ഓക്കെ, ചിലപ്പോൾ ഈ ബ്ലൂ വരുന്നത് നമുക്ക് ഇവിടെ ആയിരിക്കാം. ഈ സിറ്റുവേഷൻ നമുക്ക് ഈ ബോട്ടത്തിലാണ് വന്നത്. ബോട്ടാണെങ്കിൽ ഇത് വന്നാണെങ്കിൽ വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബോട്ടത്തിൽ കളർ വന്നാൽ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാൻ വളരെ ഈസിയാണ്. ഓക്കെ, ഒന്നും ചെയ്യേണ്ട. നമുക്കിത് സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക. യെല്ലോ കളർ, ബ്ലൂ കളർ ഇവിടെ അടിയിലുണ്ട്. ഫ്രണ്ടിനെ ഇത് നമ്മുടെ ഫ്രണ്ടാണ്. ഫ്രണ്ടിനെ നമുക്ക് 2 പ്രാവശ്യം തിരിക്കുക. ഫ്രണ്ട് സി, ഇവിടെ ബ്ലൂ വന്നു, ഇവിടെ യെല്ലോ വന്നു. അപ്പോൾ ഒരു സൈഡ് കളർ കറക്റ്റ്. അല്ലെങ്കിൽ ഫ്രണ്ട് നമുക്ക് ഇൻവേഴ്സ് തിരിച്ചാലും മതി കേട്ടോ. ഫ്രണ്ട് ഇൻവേഴ്സ് സെയിം തന്നെ ഫോർമുല. ഫ്രണ്ട് അതാണ് മനസ്സിലായത്. ഇനി നമുക്ക് ഈ സൈഡ് കഴിഞ്ഞു നമ്മുടെ. അടുത്ത് ഈ സൈഡ് നമുക്കിത് ഓറഞ്ചാണ് കളറ്. ഇവിടെ ബ്ലൂ വേണം. ബ്ലൂ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ നമ്മൾ എവിടെയാണെന്ന് നോക്കണം. സി, ഇവിടെയാണ് ഇരിക്കുന്നത് ബ്ലൂ ആൻഡ് ഓറഞ്ച്. സി, ആ ബ്രിക്സിനെ നമ്മൾ താഴത്തേക്ക് കൊണ്ടുവന്നു. അതിന് ഇവിടേക്ക് കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവന്നു. സി, ഇവിടെ ബ്ലൂ, ഇവിടെ ഓറഞ്ച്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടു ഇതിൻ്റെ അടിയിലാണ് ബ്ലൂ വന്നത്. ഇപ്പം നമ്മൾ ഇവിടെയാണ് ബ്ലൂ. ഇവിടെ ബ്ലൂ വന്നാൽ അതിന് ഫോർമുലയിൽ വ്യത്യാസമുണ്ട്. ഇതാണ് ഇതിൻ്റെ അൽഗോരിതം. ഫ്രണ്ട് ഇൻവേഴ്സ് ഇരിക്കുക, ടോപ്പ് ഇൻവേഴ്സ്, റൈറ്റ് ടോപ്പ്. അപ്പോൾ വളരെ ഈസിയാണ്. ഇത് നമ്മുടെ ഫ്രണ്ടാക്കി പിടിക്കുക. നമുക്ക് ഇത് നമ്മുടെ ടോപ്പ്, ഇത് നമ്മുടെ റൈറ്റ് ലെഫ്റ്റ്. ഫ്രണ്ട് ഇത് നമുക്ക് കൊടുക്കാനാണ്. ഫ്രണ്ട് ഫോർമുല ഈസ് ഫ്രണ്ട് ഇൻവേഴ്സ് എന്നാണ് എൻ്റെ ഫോർമുല. ഓക്കെ, ഫ്രണ്ട് നമുക്ക് ഇൻവേഴ്സ് ഇരിക്കുക. ഫ്രണ്ട് ഇൻവേഴ്സ് തിരിച്ചു. ഓക്കെ, ടോപ്പ് നമുക്ക് ഇൻവേഴ്സ് ഇരിക്കുക. ദെൻ റൈറ്റ് നമ്മൾ ക്ലോക്ക് വൈസിലിരിക്കുക. അത് കഴിഞ്ഞ് ടോപ്പ് തിരിക്കുക. സി, അതേ കളർ ഇവിടെ വന്നു. അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് കറക്റ്റായി. ഇനി അടുത്ത് തേർഡ് സൈഡ്. ഇവിടെ നമുക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് ബ്ലൂ നമുക്കത് എവിടെ നോക്കാം. അതിവിടെ തന്നെയുണ്ട്. ജസ്റ്റ് താഴത്തേക്ക് ഇറക്കി വയ്ക്കാൻ വേണമെങ്കിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് സെയിം മെത്തേഡ്. താഴെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വളരെ ഈസിയാണ്. താഴെ വന്നാൽ ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാനായിട്ട് 2 പ്രാവശ്യം തിരിച്ചാൽ മതി. ഫ്രണ്ട് ഫിനിഷ്. ലാസ്റ്റ് ലെയർ നമുക്ക് ഇത് റെഡാണ്. റെഡ് ആൻഡ് ബ്ലൂ അത് എവിടെയുള്ളതെന്ന് നോക്കിയാൽ റെഡ് ആൻഡ് ബ്ലൂ ഇവിടെയാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഇത് വരുമ്പോൾ നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പോൾ ഇതും കൂടി പോരും. അപ്പോൾ നമ്മളതിനെ വളരെ കെയർഫുള്ളായിട്ട് നീക്കണം. അപ്പോൾ ഇതിനാദ്യം താഴത്തേക്ക് കൊണ്ടുവരാം. വളരെ ഈസി ആയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ആക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇളകി ഇവിടെ എത്തി. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കാം. എന്നിട്ട് ഇതിനെ അതേ പൊസിഷനിൽ തന്നെ മുകളിലേക്ക് വയ്ക്കാം. സി, അതിനൊന്നും പറ്റിയില്ല. നമുക്കത് ഇവിടെ വന്നു. ഇവിടെയാണ് ബ്ലൂ വന്നതെന്ന് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. നേരത്തെ ചെയ്ത ഫോർമുല നേരത്തെ ചെയ്ത പോലെ ഫ്രണ്ട് ഇൻവേഴ്സ്, ടോപ്പ് ഇൻവേഴ്സ്, റൈറ്റ് ടോപ്പ്. ഫ്രണ്ട് ഇൻവേഴ്സ്, ടോപ്പ് ഇൻവേഴ്സ്, റൈറ്റ് ടോപ്പ്. സി, ക്രോസ് നമ്മുടെ കഴിഞ്ഞത് വളരെ ഈസിയാണ്. ഒരു ലെയറില്ല ക്രോസ് കഴിഞ്ഞ്. ഇനി നമുക്ക് കോർണർ പൊസിഷൻസാണ്. കോർണർ പൊസിഷൻസ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. കോർണർ പൊസിഷൻസും അത് ഇത്രയും നമ്മൾ 2 കളേഴ്സാണ് നോക്കിയത്. നമുക്ക് ഈ 3 കളേഴ്സ് നോക്കണം. ഓക്കെ, നമുക്കിപ്പോൾ ഈ കോർണർ ചെയ്യാൻ നോക്കി. എവിടെയാണ് നമുക്ക് ഈ കോർണർ ചെയ്യാം. ഓക്കെ, ഈ കോർണർ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഈ കോർണർ കറക്റ്റ് ചെയ്യാൻ നമുക്കൊരു ബ്ലൂ വേണം, ഇവിടെ ഒരു ബ്ലാക്ക് വേണം, ഇവിടെ ഒരു റെഡ് വേണം. അത് നമുക്ക് ഇവിടെ തന്നെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കേണ്ടി വരും. ഇവിടെയുണ്ട്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കോർണർ സോൾവ് ചെയ്യാൻ നമുക്ക് 3 സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യും. ഓക്കെ, അതിൽ 3 സിറ്റുവേഷൻ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഇവിടെ വരും ബ്ലൂ. നമുക്ക് ഈ സിറ്റുവേഷനിൽ ഇവിടെയാണ് റൈറ്റ് സൈഡിലാണ് അത് ഇവിടെ കണ്ട, അല്ലെങ്കിൽ താഴ്ത്തു വരാം. റൈറ്റ് സൈഡിൽ വരുന്ന ബ്ലൂവിന് നമുക്ക് മുകളിലേക്കായിട്ടുള്ള ഫോർമുലയാണ് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഇവിടെ വരണം. ഓക്കെ, റൈറ്റ് ഇൻവേഴ്സ് തിരിച്ചു. അടുത്താണ് ബോട്ടം ഇൻവേഴ്സ് തിരിച്ചു. ദെൻ റൈറ്റ്. സി,
ഫിനിഷ്. ഈ കോർണർ സെറ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഈ കോർണർ സെറ്റ് ചെയ്യാം. ഇത് റെഡ് ആണ്, ബ്ലൂ ആൻഡ് യെല്ലോ ആണ്. റെഡ് ബ്ലൂ ഇത് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. നേരത്തെ അതേ പൊസിഷൻ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അതേ ഫോർമുല, റൈറ്റ് ഇൻവേഴ്സ് ബോട്ടം ഇൻവേഴ്സ് റൈറ്റ്. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത ഫോർമുലയിൽ നമുക്ക് എവിടെയാണ് നോക്കാം. ഇത് അവിടെ തന്നെയാണല്ലോ വന്നത്. അപ്പോൾ അടുത്ത ഫ്രണ്ട് ഫോർമുല കാണിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇത് ഇവിടെ തന്നെയാണ് വന്നത്, റൈറ്റ് സൈഡിലാണ് വന്നത് ഫോർമുല. റൈറ്റ് ഇൻവേഴ്സ് ബോട്ടം ഇൻവേഴ്സ് റൈറ്റ്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഇത് കളർ അതും ഫ്രണ്ടിൽ വന്നു. ഓക്കെ, ഫ്രണ്ടിൽ വന്നു. ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ബ്ലൂ വരികയാണെങ്കിൽ ബ്ലൂ ഇവിടേക്ക് വരികയാണെങ്കിൽ അടുത്ത ഫോർമുല ഫ്രണ്ട് ബോട്ടം ഫ്രണ്ട് ഇൻവേഴ്സ്. മുകളിലേക്ക് വയ്ക്കാനുള്ള ഫോർമുലയാണ് പറയുന്നത്. ഫ്രണ്ട് ബോട്ടം ഫ്രണ്ട് ഇൻവേഴ്സ്. കഴിഞ്ഞു. വളരെ ഈസിയാണ്. കഴിഞ്ഞു ആക്ച്വലി. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫോർമുലയും കൂടി ഉണ്ട്. അത് ഇതിൻ്റെ ബോട്ടത്തിൽ വരുന്നതാണ്. ഈ ബ്ലൂ കളർ ബോട്ടത്തിൽ വന്ന് എങ്ങനെ ചെയ്യാമെന്നുള്ള ഫോർമുലയാണ്. അത് നമുക്കിവിടെ സിറ്റുവേഷൻ വന്നില്ല. അപ്പോൾ നമുക്ക് സിറ്റുവേഷൻ ഒരെണ്ണം ഉണ്ടാക്കാം. ഓക്കെ, ഞാനിപ്പോൾ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതങ്ങ് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഒരു സിറ്റുവേഷൻ ഇവിടെ നിന്നൊന്നും മൈൻഡ് ചെയ്യണ്ട. ഞാനിപ്പോൾ ഈ യെല്ലോയാണ് നമുക്ക് ഇവിടെ വരേണ്ടത്. ഈ ബ്ലൂ ആണ് നമുക്ക് ഇവിടെ വരേണ്ടത്. യെല്ലോ നമുക്ക് ഇവിടെ വരണം, ഓറഞ്ച് നമുക്ക് ഇവിടെ വരണം. അപ്പോൾ താഴത്ത് ബ്ലൂ വന്നാൽ നമുക്ക് മുകളിലേക്ക് വെക്കാനായിട്ടൊരു ഫോർമുല ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരുന്നത്. ഫ്രണ്ട് ബോട്ടം ഇൻവേഴ്സ് ഫ്രണ്ട് ഇൻവേഴ്സ് ബോട്ടം ബോട്ടം ഫ്രണ്ട് ബോട്ടം ഫ്രണ്ട് ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ ഈ സാധനം നമ്മൾ ഇവിടെ വയ്ക്കും ഫോർമുല കേട്ടോ. അത് നമ്മൾ ഫ്രണ്ട് ബോട്ടം ഇൻവേഴ്സ് തിരിച്ചു, ഫ്രണ്ട് ഇൻവേഴ്സ് തിരിച്ചു, ബോട്ടം 2 പ്രാവശ്യം, ദെൻ ഫ്രണ്ട്, ഓക്കെ, ദെൻ ബോട്ടം ഫ്രണ്ട് ഇൻവേഴ്സ്. ആ ഫോർമുല കംപ്ലീറ്റ് ആയി. ഇത് ഞാൻ ഫോർമുല കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ. ഇവിടെ സെൻറ്ററിൽ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചാൽ കാര്യം കഴിഞ്ഞു ആക്ച്വലി. അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഒന്നുകൂടി ചെയ്യാം ഫോർമുല. ആ ഫോർമുല ഇത് ബോട്ടത്തിൽ വന്നു, ബ്ലൂ. അത് നമുക്ക് മുകളിൽ വെക്കണം. ഇത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. നോക്കിയോ, ഫ്രണ്ട് ബോട്ടം ഇൻവേഴ്സ് ഫ്രണ്ട് ഇൻവേഴ്സ് ബോട്ടം ബോട്ടം ഫ്രണ്ട് ബോട്ടം ഫ്രണ്ട് ഇൻവേഴ്സ്. അത് നമുക്ക് ഇവിടെ വന്നു. ഇനിയും ഈസിയാണത്. ഇതിവിടെ റൈറ്റ് സൈഡിൽ വരെ ഞാൻ ഫോർമുല പറഞ്ഞു. റൈറ്റ് ഇൻവേഴ്സ് ബോട്ടം ഇൻവേഴ്സ് റൈറ്റ്, റൈറ്റ് ഇൻവേഴ്സ് ബോട്ടം ഇൻവേഴ്സ് റൈറ്റ്. കഴിഞ്ഞു. ഫിനിഷ്. ഫസ്റ്റ് ലെയർ ഫിനിഷ്. നമുക്കിനി സെക്കൻഡ് ലെയർ വളരെ ഈസിയാണ്. സെക്കൻഡ് ലെയറിൽ നമ്മൾ ഒരെണ്ണം ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. സെൻറ്റർ അവിടെ തന്നെ ഉണ്ട്. നമുക്കിനി ആകെ ഫിനിഷ് ചെയ്യാനുള്ള ഇത് രണ്ടും മാത്രമാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കളർ വെക്കണം. ഇവിടെ കളർ നോക്കാം, മാച്ചായ കളർ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ റെഡ് ആയിരിക്കണം, ഇവിടെ യെല്ലോ ആയിരിക്കണം. ആ കളർ ഇവിടെ എവിടെയാണ് നോക്കാം ഉള്ളത്. ഓക്കെ, നമുക്കിത് നോക്കാം തൽക്കാലം. ഓറഞ്ച് ആൻഡ് യെല്ലോ. ഈ ഓറഞ്ച് നമുക്ക് ഇവിടെ വരണം, യെല്ലോ ഇവിടെ വരണം. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും നമ്മൾ ഇത് ഇപ്പുറത്താണെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വയ്ക്കണം. ഓക്കെ, നമുക്കിത് ഇങ്ങോട്ട് വെക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടാണ്, ഇത് ലെഫ്റ്റ്, ഇങ്ങോട്ട് വെച്ചാൽ റൈറ്റ്. അപ്പോൾ ഈ കളർ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് ഫോർമുല എന്നാണ് ഫോർമുലയുണ്ട്. ഇവിടെ ബോട്ടം ലെഫ്റ്റ് ബോട്ടം, ലെഫ്റ്റ് ഇൻവേഴ്സ് ബോട്ടം ഇൻവേഴ്സ് ഫ്രണ്ട് ഇൻവേഴ്സ് ബോട്ടം ഇൻവേഴ്സ് ഫ്രണ്ട്. ഈ ഫോർമുല യൂസ് ചെയ്താൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സിമ്പിളായിട്ട് വരും. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പിടിച്ചിരുന്ന ഫ്രണ്ട് ഇതാണ് ഫോർമുല. ഓക്കെ, അതിന് തന്നെ ബോട്ടം, നെക്സ്റ്റ് ലെഫ്റ്റ്, നെക്സ്റ്റ് ബോട്ടം, നെക്സ്റ്റ് ലെഫ്റ്റ് ഇൻവേഴ്സ്, ഓക്കെ, ബോട്ടം ഇൻവേഴ്സ്, ഓക്കെ, നെക്സ്റ്റ് ഫ്രണ്ട് ഇൻവേഴ്സ്, നെക്സ്റ്റ് ബോട്ടം ഇൻവേഴ്സ്, ഫ്രണ്ട്.
ഇവിടെ ഇരുന്ന സാധനം ഇവിടേക്ക് എത്തി. ഇപ്പം നമ്മൾ ലെഫ്റ്റ് താഴത്തിരുന്ന സാധനം നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ്, അതിൻ്റെ ഫോമുലയാണ് നമുക്ക് കണ്ടത്. ഇനി നമുക്ക് റൈറ്റ് ചെയ്യാന്നുള്ള ഫോമുല കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കളർ വേണം, അത് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതില്ല, ആ കളറില്ല. ഓക്കെ, നമുക്കൊന്ന് ബ്ലാക്ക് ചെയ്താലോ. ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് അത് ഇവിടെ വരുന്നത്, അപ്പോൾ ലെഫ്റ്റാണ്. വേറെ ഉണ്ടോ നോക്കട്ടെ. അതൊക്കെ വേറെ എണ്ണം കിട്ടി. റെഡ് ഇവിടെ വന്നു, ഇവിടെ യെല്ലോ ഇതിൻ്റെ അടിയിലുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയൊരു ഫോമുലയുണ്ട്. അതാണ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, ഫ്രണ്ട് ബോട്ടം, ഫ്രണ്ട് ഇൻവേഴ്സ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റെഡിനെ ഇവിടെ വയ്ക്കുന്നു, ഈ യെല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. സെയിം ഫോമുല. ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, ഫ്രണ്ട് ബോട്ടം, ഫ്രണ്ട് ഇൻവേഴ്സ്. ഉണ്ടോ കളർ വന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡിൽ പഠിച്ചു. ഒരെണ്ണം ലെഫ്റ്റിൽ വയ്ക്കാനും ഒരെണ്ണം എടുത്ത് റൈറ്റിൽ വയ്ക്കാനും കളറുമോ. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ ഇവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ തന്നെ ഇരിക്കേണ്ടാവും, അത് ചേഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇവിടെയുള്ളൊരു കളറിന് നമുക്ക് താഴത്തേക്ക് ഇറക്കാൻ സെയിം ഫോമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ളത് ഇവിടെ വരും, അപ്പോൾ ഇവിടെയുള്ളത് ഓട്ടോമാറ്റിക്കലി താഴെ ഇറങ്ങി വരും. അപ്പോൾ സെയിം തന്നെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത് ഫില്ല് ചെയ്യാനുള്ളത്. അടുത്തത് നമുക്ക് നോക്കാം. ഇതാണ് ബ്ലാക്ക് ഗ്രീൻ, ബ്ലാക്ക് ആൻഡ് റെഡ്. ബ്ലാക്ക് കൂടെ വരണം, റെഡ് കൂടെ വരണം. ഫോമുല യൂസ് ചെയ്യുക. റൈറ്റ് ഫോമുല നമുക്ക് യൂസ് ചെയ്യാം. ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, ഫ്രണ്ട് ബോട്ടം, ഫ്രണ്ട് ഇൻവേഴ്സ്. അവിടെ വന്നു. ഇത് സോൾവ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇത്രയും സോൾവ് ആയി. ഇനി നമുക്ക് ഇവിടെ ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് അങ്ങനെ ഒരു ഇത് ഇവിടെ ഉണ്ടെങ്കിൽ അത് സിമ്പിളായി. ബ്ലാക്ക് ആൻഡ് ഓറഞ്ചിൽ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ഉണ്ട്, അപ്പോൾ നമ്മൾ അത് ഇവിടെ കൊടുത്താൽ മതി. ഇത് നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. സെയിം റൈറ്റ് ഷിഫ്റ്റ്, സെയിം ഫോമുല. ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം, ഫ്രണ്ട് ബോട്ടം, ഫ്രണ്ട് ഇൻവേഴ്സ്. ഫില്ലായി. സാധനം ഫില്ലായി. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്തു. ഇതന്നെ ഫോമുല. എൻ്റെ ഓപ്പോസിറ്റ് റൈറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ഒരു ബ്രിക്സ് നമുക്ക് താഴെ ഉണ്ടാവില്ല, ഇവിടെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇവിടുത്തെ കളർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള കളർ ഇങ്ങോട്ട് വരും, അത് നമുക്ക് ഇവിടെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ രണ്ട് ലെയർ നമുക്ക് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് കഴിഞ്ഞു. തേർഡ് ലെയർ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇത്രയും ഇങ്ങനെയാണ് പിടിച്ചിരുന്നത്. നമ്മൾ തേർഡ് ലെയർ നമ്മൾ ഉൾട്ട പിടിക്കുക. തിരിച്ച് പിടിക്കുക. തേർഡ് ലെയർ നമുക്ക് ചെയ്യാമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഓൾറെഡി ഇങ്ങനൊരു സിഗ്സാഗ് നമുക്ക് സെഡ് പോലെ കിട്ടിയിട്ടുണ്ടല്ലേ. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടത്തില്ല. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും, ഒരൊറ്റ സ്പോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, സെൻറ്ററിൽ മാത്രം. ചിലപ്പോൾ ഇങ്ങനെ കിട്ടും, 1 2 3 ഇങ്ങനെ കിട്ടും, ചിലപ്പോൾ ഇങ്ങനെ കിട്ടും. എങ്ങനെ കിട്ടിയാലും നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമുക്ക് ക്യൂബ് സെറ്റ് ചെയ്യുക. ഇപ്പം നമുക്കിങ്ങനെ കിട്ടി, എല്ല് മറിച്ചിട്ട പോലെ നോക്കി. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കണം. ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഉണ്ടോ? ഇപ്പോൾ വെർട്ടിക്കലാണെങ്കിൽ ഹൊറിസോണ്ടലാണെങ്കിൽ ഇങ്ങനെ തന്നെ പിടിക്കണം, ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പിടിക്കണം, ഇതിലുള്ള പോലെ തന്നെ പിടിക്കണം. ഇങ്ങനെ എല്ല് മറിച്ചിട്ട പോലെ പിടിക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഇവിടെ ചെയ്യേണ്ടത് ക്രോസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ക്രോസ് ഉണ്ടാക്കാൻ ഒരു ഫോമുലയാണ് ഇത്. ഫ്രണ്ട് റൈറ്റ് ടോപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ് ഇൻവേഴ്സ്, ഫ്രണ്ട് ഇൻവേഴ്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സെലക്ട് ചെയ്യുക, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇതിങ്ങനെ പിടിക്കണം, എന്നാലേ വരത്തുള്ളൂ. ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ പിടിച്ചു. സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് റൈറ്റ് ടോപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ് ഇൻവേഴ്സ്, ഫ്രണ്ട് ഇൻവേഴ്സ്. ഇപ്പം നമുക്ക് ഇത് കിട്ടി. ചിലപ്പോൾ നമുക്ക് ക്രോസ് കിട്ടും, ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ്, ചിലപ്പോൾ നമുക്ക് ക്രോസ് കിട്ടും. സെയിം ഫോമുല റിപ്പീറ്റ് ചെയ്യാം. ഫ്രണ്ട് റൈറ്റ് ടോപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ് ഇൻവേഴ്സ്, ഫ്രണ്ട് ഇൻവേഴ്സ്. കളേഴ്സ് നമുക്ക് കിട്ടി. ഇപ്പം നമുക്ക് ക്രോസ് കിട്ടി. മൈൻഡ് ചെയ്യേണ്ട ഈ രണ്ട് ബ്രിക്സ്.
ഇനി ക്രോസ് കിട്ടി, ക്രോസ് കറക്റ്റാണോ നോക്കണം. ഇവിടെ ഓറഞ്ച് വന്നു, ഇവിടെ റെഡ് വന്നു, ശരിയല്ല. ഇവിടെയും ശരിയല്ല, ഇവിടെയും ശരിയല്ല, ഇവിടെ മാത്രമേ ശരിയുള്ളൂ. അപ്പം നമുക്ക് തിരിച്ച് നോക്കാം, ചിലപ്പോൾ ശരിയാവുന്നു. ഓ, ഇവിടെ 2 കളർ ശരിയായി കിട്ടിയില്ലേ തിരിച്ച് നോക്കിയപ്പോൾ. ഓക്കെ, ഇങ്ങനെ വെച്ചാലോ, എന്നാലും 2 കളറില്ല. ഓക്കെ, 2 കളർ ശരിയായി, 2 കളർ വയ്ക്കുക. എപ്പോഴും ശരിയായ കളർ ഒരെണ്ണം ബാക്കിൽ വേണം, ഒരെണ്ണം റൈറ്റ് സൈഡിലും വെക്കുകയാണെങ്കിൽ കുഴപ്പം. ചിലപ്പോൾ ഒരെണ്ണം ശരിയായി, ഒരു സൈഡ് മാത്രമേ ശരിയാവുള്ളൂ. ഇപ്പോൾ നമുക്ക് 2 സൈഡ് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ബാക്ക് സൈഡിലും ഒരെണ്ണം റൈറ്റ് സൈഡിലും പിടിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ക്രോസ് നമ്മൾ ചെയ്ത ക്രോസ് കറക്റ്റ് അല്ല, അതിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഫോമുലയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വേറെ ഒന്നുമല്ല, ക്രോസിനെ കറക്റ്റ് ചെയ്യുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 കളറും കറക്റ്റ് ആയിട്ട് അതിനുള്ള ഫോമുല നമ്മൾ ചെയ്യാൻ പോകുന്നു. റൈറ്റ്, അപ്പോൾ റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞു, ഇവിടെ ശരി കറക്റ്റായ കളറ് റൈറ്റ് സൈഡിലും ബാക്ക് സൈഡിലും പിടിക്കുക. ചിലപ്പോൾ ഇവിടെയും വരും, സൈഡിൽ വരത്തില്ല. അപ്പോൾ ഈ ബാക്കും ഫ്രണ്ടായിട്ട് പിടിച്ചാലും മതി. ഫോമുല സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫോമുല. കറക്റ്റ് ക്രോസ്, റൈറ്റ് ടോപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ് റൈറ്റ്, ടോപ്പ് റൈറ്റ് ഇൻവേഴ്സ്. സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ് ടോപ്പ്, റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ് റൈറ്റ്, ടോപ്പ് റൈറ്റ് ഇൻവേഴ്സ്. ഇനി നമുക്ക് നോക്കാം കറക്റ്റായോ നോക്കാം. യെല്ലോ കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. ഓ, കറക്റ്റായല്ലോ, വളരെ ഈസി ആയിട്ട് കറക്റ്റായി. ചിലപ്പോൾ ഇത് കറക്റ്റ് ആവില്ല, അപ്പോൾ ഇതേ ഫോമുല നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ക്രോസിൻ്റെ എല്ലാ ഇതും കറക്റ്റായി. ഇനി നമുക്ക് കോർണർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, കോർണർ ചിലപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് കറക്റ്റാണ്, ഇവിടെ നമുക്ക് കറക്റ്റാണ്, ഇവിടെ കറക്റ്റല്ല, ഇവിടെ ഗ്രീൻ വരണം, യെല്ലോ കറക്റ്റല്ല, ഇവിടെയും കറക്റ്റല്ല, ഇവിടെയും കറക്റ്റല്ല. അപ്പോൾ നമുക്ക് കറക്റ്റായ പോർഷൻ ഇവിടെ വെച്ചിട്ട് നമുക്ക് കോർണർ കറക്റ്റ് ചെയ്യാനുള്ള ഫോമുല യൂസ് ചെയ്യാം. കോർണർ കറക്റ്റ് ചെയ്യുന്ന ഫോമുല, കറക്റ്റായ കോർണർ റൈറ്റ് സൈഡിൽ പിടിക്കാൻ ഫോമുലയാണ് കറക്റ്റ് കോർണർ. ടോപ്പ് റൈറ്റ്, ടോപ്പ് ഇൻവേഴ്സ്, ലെഫ്റ്റ് ഇൻവേഴ്സ്, ടോപ്പ് റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ് ഇൻവേഴ്സ്, ലെഫ്റ്റ്. കറക്റ്റ് കോർണർ റൈറ്റ് സൈഡിൽ പിടിച്ചു. നമ്മൾ ചെയ്യാൻ പോകുന്നു ടോപ്പ് റൈറ്റ്, ടോപ്പ് ഇൻവേഴ്സ്, ലെഫ്റ്റ് ഇൻവേഴ്സ്, ടോപ്പ് റൈറ്റ് ഇൻവേഴ്സ്, ടോപ്പ് ഇൻവേഴ്സ്, ലെഫ്റ്റ്. ഇപ്പം നമുക്ക് നോക്കാം കറക്റ്റ്. ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്, ഇവിടെ കറക്റ്റാണോ, ഇവിടെ കറക്റ്റാണോ, ഇവിടെ കറക്റ്റാണ്. ഓക്കെ, ഇപ്പം ചിലപ്പോൾ ഇത് കറക്റ്റ് ആവില്ല. ഇപ്പോൾ ഇത് ലെക്കിന് കറക്റ്റായി, 2 കോർണർ ഓൾറെഡി കറക്റ്റായി. പിന്നെ മൂന്നാമത്തെ പോളിൽ കറക്റ്റാണ്, പക്ഷെ തിരിഞ്ഞു വന്നാൽ മതി മാത്രം. ഇവിടെ റെഡ് വരും, റെഡ് ഇവിടെ വരും, ബ്ലാക്ക് ഇവിടെ വരണം, ഗ്രീൻ വരണം. ഓക്കെ, നെക്സ്റ്റ് ഗ്രീൻ ഇവിടെ വരും, യെല്ലോ വരും, ഓറഞ്ച് വരും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റാക്കി തന്നെ പിടിക്കാം. ഓക്കെ, നമുക്ക് കറക്റ്റ് അല്ലാത്ത കോർണേഴ്സ്, ഇത് കറക്റ്റ് അല്ലല്ലോ, ഇത് നമുക്ക് തിരിച്ചു വരുത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ റൈറ്റ് സൈഡിൽ കീപ്പ് ചെയ്യാം. ലെഫ്റ്റിൽ കീപ്പ് ചെയ്താൽ പറ്റില്ല കേട്ടോ, ഇങ്ങനെ കീപ്പ് ചെയ്യരുത്, റൈറ്റ് സൈഡിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വളരെ സിമ്പിളായ ഫോം. ഇനി റൈറ്റ് സൈഡിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമുക്ക് ചെയ്യാം ഒരു ഫോമുലയാണ്, വളരെ സിമ്പിൾ ഫോമുല. റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം. ഈ ഫോമുല ചെയ്താൽ ഇവിടെ കറക്റ്റ് ആവും. ഓക്കെ, വേറെ എങ്ങോട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, ഇവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം. നമുക്ക് നോക്കാം കറക്റ്റായിരുന്നു. ഇവിടെ കറക്റ്റല്ല, ഇവിടെ കറക്റ്റല്ല, ശരിയായിട്ടില്ല. സെയിം ഫോമുല റിപ്പീറ്റ് അഗെയിൻ. റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം. നോക്കാം കറക്റ്റല്ല. അഗെയിൻ റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം. കറക്റ്റാണോ? കറക്റ്റല്ല. അഗെയിൻ റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം. നോക്കാം, കറക്റ്റായല്ലോ. ഇവിടെ സെയിം, ഇവിടെ സെയിം. അപ്പോൾ ഒന്നും നോക്കണ്ട, നമുക്ക് അടുത്ത് തിരിച്ചിട്ട് ഇവിടെ കൊണ്ട് കറക്റ്റ് ആവാത്ത പൊസിഷൻ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. വീണ്ടും ഇതേ ഫോമുല തന്നെ യൂസ് ചെയ്യുക. അങ്ങോട്ടും തിരിക്കരുത്, ഇവിടെയൊക്കെ ചിലപ്പം മാറിയിട്ടുണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. സെയിം ഫോമുല യൂസ് ചെയ്യുക. റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം. റൈറ്റ് ഇൻവേഴ്സ്, ബോട്ടം ഇൻവേഴ്സ്, റൈറ്റ് ബോട്ടം. ഓ, കറക്റ്റായല്ലോ. കറക്റ്റാ. സി ഫിനിഷ്. ഇത്രയും വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ആക്ച്വലി വളരെ ഈസിയുള്ള സ്റ്റെപ്സാണിത്. നമ്മൾ ചെയ്തപ്പോൾ വളരെ പെട്ടെന്നായി, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തവണ ഈ ലാസ്റ്റത്തെ ഫോമുല റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.